പ്രണയിനി രാധാ വിരഹിണി രാധിക യദുകുലറാണി രാധാ കണ്ണന് സ്വന്തമീ രാധാ. ജയ് ശ്രീ രാധേ രാധേ. ആശാസ് ഗോലോകം എന്ന ചാനലിലേക്ക് രാധാറാണിയെ സ്നേഹിക്കുന്ന, കൃഷ്ണനെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാധ, ആദിപരാശക്തിയായ രാധ, കൃഷ്ണന്റെ ഹ്ലാദിനീ ശക്തിയും കൃഷ്ണന്റെ ഊർജ സ്രോതസ്സുമായ രാധ. രാധയില്ലെങ്കിൽ കൃഷ്ണൻ വട്ടപൂജ്യമാണ്. കൃഷ്ണൻ ധർമ്മസംസ്ഥാപനം നടത്തിയതും സുദർശന ചക്രം കൊണ്ട് ശത്രുക്കളെ കൊന്നൊടുക്കിയതുമൊക്കെ രാധാദേവിയുടെ ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം ആദിപരാശക്തിയാണ് രാധ. കൃഷ്ണനും മുകളിൽ. പലപ്പോഴും പല കൃഷ്ണഭക്തരും രാധാദേവിയെ കൃഷ്ണന് താഴെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലുമല്ല. രാധാദേവി കൃഷ്ണനും എത്രയോ എത്രയോ മുകളിലാണ്. അതുകൊണ്ടാണ് വൃന്ദാവനത്തിലുള്ളവർ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്നും രാധേ രാധേ എന്ന് ജപിക്കുന്നത്. കൃഷ്ണന്റെ പേരിന് മുന്നേ രാധേ കൃഷ്ണ അല്ലെങ്കിൽ രാധാകൃഷ്ണ എന്ന് തന്നെ ജപിക്കുന്നത്. അപ്പോൾ ആ രാധാദേവിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് എത്രയോ വർഷം, 50,000-ൽ കൂടുതൽ വർഷം തപസ് ചെയ്തു രാധാറാണിയുടെ ഒരു ദർശനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ടാണ് രാധാറാണിയുടെ പാദങ്ങളൊന്ന് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് രാധാകവചം ധരിച്ചിട്ടാണ്. അതുപോലെ ശിവഭഗവാൻ സംഹാരം നടത്തുന്നത് രാധാകവചം ധരിച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ത്രിമൂർത്തികൾ പോലും രാധാദേവിയെ അതുപോലെ ആരാധിക്കുന്നു. കാരണം ആദിപരാശക്തിയും കൃഷ്ണന്റെ ഹ്ലാദിനീ ശക്തിയും ഈ പ്രപഞ്ചം മുഴുവൻ ആനന്ദവും പ്രണയവും നിറയ്ക്കുന്ന രാധാദേവി. അപ്പോൾ ആ രാധാദേവിയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കേണ്ടത് രാധാദേവിയുടെ പാദങ്ങളാണ്. സൗന്ദര്യ ലഹരിയിൽ ശിവഭഗവാൻ പോലും പറയുന്നത് ദേവിയുടെ പാദങ്ങൾ നിങ്ങൾ ആരാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ രാധാറാണിയുടെ പാദങ്ങൾ എന്ന് വെച്ചാൽ അതീവ പ്രത്യേകതയും ദിവ്യത്വവും ഉള്ളതാണ്. രാധാറാണിയുടെ ഇടത് കാൽപാദത്തിൽ മൊത്തം 11 അടയാളങ്ങൾ അല്ലെങ്കിൽ 11 ദിവ്യ ചിഹ്നങ്ങളാണുള്ളത്. അതുപോലെ വലത് കാൽപാദത്തിൽ 8 ദിവ്യ ചിഹ്നങ്ങൾ. മൊത്തം രാധാറാണിയുടെ 2 കാൽപാദത്തിലും കൂടി 19 അപൂർവമായ അതിശയിപ്പിക്കുന്ന മനോഹരമായ അടയാളങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങളാണുള്ളത്. അത് ഓരോ ചിഹ്നങ്ങളും നമുക്ക് എന്താണെന്ന് നോക്കാം. അത് എന്താണെന്ന് നോക്കുന്നതിന് മുൻപ് നമുക്ക് രാധാദേവിയെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ രാധാ പാദപത്മായ നമ. നമുക്ക് രാധാറാണിയുടെ പാദങ്ങളിലേക്ക് പോകാം. രാധാദേവിയുടെ ഇടത് കാൽപാദം, അതിമനോഹരമായ താമരപ്പൂ ഇതൾ പോലുള്ള രാധാറാണിയുടെ കാൽപാദം. ആ ഇടത് കാൽപാദത്തിൽ ഏറ്റവും മുകളിലായി തള്ളവിരലിന് തീരുന്ന സ്ഥലത്തുള്ള ആ ഒരു രേഖയുണ്ടല്ലോ, തള്ളവിരൽ തീരുന്ന ആ രേഖയുടെ അവിടെ ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ ബാർലേ ധാന്യത്തിന്റെ രൂപത്തിൽ ഒരു അടയാളമുണ്ട്. അതിമനോഹരമായ ആ അടയാളം. ആ ബാർലേ ധാന്യം എന്ന് പറയുന്നത് തന്നെ ഐശ്വര്യം അല്ലെങ്കിൽ സമൃദ്ധിയാണ്. അപ്പൊ ആ ബാർലേ ധാന്യം കാണിക്കുന്നത് രാധാറാണിയെ പൂജിക്കുന്ന അല്ലെങ്കിൽ ആ പാദം മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഹൃദയത്തിൽ ഏറ്റി നടക്കുന്ന ഒരു ഭക്തന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. എപ്പോഴും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും എന്നാണ് ആ പാദത്തിലെ ബാർലേ ധാന്യം കാണിക്കുന്നത്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടി ആ ബാർലേ ധാന്യത്തിന്റെ അടയാളത്തിനുണ്ട്, ആ ചിഹ്നത്തിനുണ്ട്. ആ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രാധാറാണിയുടെ പാദങ്ങൾ ആരാണോ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നത്, ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, അവർക്ക് ജനന മരണ ചക്രങ്ങൾ കുറയും. അതായത് ഇപ്പം ഞാനൊരു കൊടും പാപിയാ, അപ്പൊ എനിക്കിനിയിപ്പോ ഒരു 1000 ജന്മങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ രാധാറാണിയുടെ പാദങ്ങൾ എപ്പോഴും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ പാദങ്ങൾ മാത്രമാണ് എൻ്റെ ശരണാഗതി എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുവാണെങ്കിൽ, അത്രയും ഭക്തിയോടുകൂടി ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ 1000 ജന്മം എന്നുള്ളത് ചിലപ്പോൾ ഒരു 10 ജന്മമായി മാറും. ഒരുപക്ഷെ അടുത്ത ഒരു ജന്മത്തോടു കൂടി എനിക്കെല്ലാം കഴിയും. അല്ലെങ്കിൽ അതീവ ഭക്തി ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഈ ജന്മം തന്നെ ഗോലോകം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജനന മരണ ചക്രങ്ങൾ കുറയ്ക്കുന്നു. അതിൻ്റെ ദൈർഘ്യം കുറച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഗോതമ്പ് മണി അല്ലെങ്കിൽ ബാർലേ ധാന്യത്തിന്റെ ആകൃതിയിലുള്ള ഈ ചിഹ്നം. അടുത്തതായിട്ട് ഈ ബാർലേ ധാന്യത്തിന്റെ തള്ളവിരലിന്റെ തൊട്ട് താഴെ ഇടത് കാൽപാദത്തിലുള്ള അടയാളങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞത് ഈ ബാർലേ ധാന്യം. ഇനി ഈ ബാർലി ധാന്യത്തിന്റെ തൊട്ട് താഴെ തന്നെ തള്ളവിരലിന്റെ താഴെ
തള്ളവരലിൻ്റെ താഴെ ഈ ബാർലി ധാന്യത്തിൻ്റെ താഴെ ഒരു ചക്രത്തിൻ്റെ അടയാളമുണ്ട്, ഒരു ഡിസ്ക് ഷേപ്പ്. അപ്പോൾ ഈ ചക്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം പോലെ ഇരിക്കുന്ന ഒരു ചക്രം, എന്നാൽ അതിൻ്റെ 1000 ഇരട്ടി ശക്തിയുള്ള ചക്രമാണിത്. അപ്പോൾ ഈ ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ചക്രം കാണിക്കുന്നത് ശ്രീകൃഷ്ണൻ തന്നെ സുദർശന ചക്രം ഉപയോഗിച്ച് എന്തിനാ? ധർമ്മ സംസ്ഥാപനത്തിന്, ദുഷ്ടന്മാരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഭക്തരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ചക്രത്തിൻ്റെ ഉദ്ദേശം. അതായത് എല്ലാ ഭക്തരെയും ഇതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഒട്ടൽ, അതുപോലെ ദുഷ്ടവികാരങ്ങളുണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അങ്ങനെ ഡംഭ്, അസൂയ, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ചീത്ത ഗുണങ്ങളുണ്ടോ അതൊക്കെ ഈ ചക്രം വെച്ച് അമ്മ അരിഞ്ഞു വീഴ്ത്തും. എന്നിട്ട് നമ്മുടെ മനസ്സിനെ അത്രയും ശുദ്ധീകരിക്കും. അതാണ് ഈ ചക്രം, പാദത്തിലുള്ള ഈ ചക്രത്തിൻ്റെ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ക് ഷേപ്പിലുള്ള ചക്രം നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചീത്ത വികാരങ്ങൾ മുഴുവൻ മാറി നമ്മുടെ മനസ്സ് അത്രയും നിർമ്മലവും പവിത്രവുമാവും. നമ്മുടെ മനസ്സും നമ്മുടെ വിചാരവും നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കുകൾ പോലും അത്രയും നന്മയുള്ളതും പവിത്രതയുള്ളതുമായി മാറും. അപ്പോൾ ഇനി അടുത്തത്, ഈ ഡിസ്കിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കൊടയുടെ അടയാളമുണ്ട്, അല്ലെങ്കിൽ ഛത്രം എന്ന് പറയും. അപ്പോൾ ഈ കൊടയുടെ അടയാളം എന്ന് പറഞ്ഞാൽ, കൊട എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ. അതുപോലെ തന്നെ ഈ കൊടയുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് ഭക്തരെ അവരുടെ എല്ലാ പ്രപഞ്ച ദുഃഖങ്ങളിൽ നിന്ന്, സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കൊടയുടെ അടയാളം ഉള്ളത്. അപ്പോൾ അമ്മയെ നമ്മൾ പാദങ്ങൾ സ്മരിച്ചു കഴിഞ്ഞാൽ ഈ കൊടയുടെ അടയാളം ഉള്ളത് കൊണ്ട് നമ്മുടെ എല്ലാ സകല ദുഃഖങ്ങളും അമ്മയെ ഏറ്റെടുക്കും, അത് മുഴുവൻ ഇല്ലാതായി മാറും. അതുകൊണ്ടാണ് പാദങ്ങൾ നമ്മൾ സ്മരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിഹ്നങ്ങൾ 3 കഴിഞ്ഞു, അതായത് ഡിസ്ക് കഴിഞ്ഞു, ചക്രം കഴിഞ്ഞു, കൊട കഴിഞ്ഞു. ഇനി കൊടയുടെ തൊട്ട് താഴെ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഷേപ്പിൽ ഒരു വളയം പോലുള്ളൊരു ചിഹ്നമുണ്ട്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ശ്രീകൃഷ്ണൻ രാധാറാണിയുടെ പാദങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ആ അഷ്ടപതിയിൽ ജയദേവ കവി പോലും പറയുന്നത്, ആ സ്മരകരള ഖണ്ഡനം എന്ന് പറഞ്ഞ ഒരു ശ്ലോകമുണ്ട്. അതിൽ തന്നെ പറയുന്നത് ശ്രീകൃഷ്ണൻ രാധാറാണിയുടെ പാദങ്ങൾ ഇങ്ങനെ തലയിൽ ഏറ്റി നടക്കുമെന്നാണ് പറയുന്നത്. അത്രയും പവിത്രമായ, മൃദുലമായ, മനോഹരമായ, ദിവ്യത്വമുള്ള ആ പാദങ്ങൾ. അപ്പോൾ ഈ ബ്രേസ്ലെറ്റിൻ്റെ അടയാളം പറയുന്നത് ശ്രീകൃഷ്ണൻ രാധാറാണിയുടെ പാദങ്ങൾ നിലത്ത് വെക്കാൻ സമ്മതിക്കാതെ കയ്യിൽ ഇങ്ങനെ താങ്ങിക്കൊണ്ട് എപ്പോഴും നടക്കുന്നു. അതായത് കയ്യിലാണ് നമ്മൾ ബ്രേസ്ലെറ്റ് ഇടുന്നത്. ബ്രേസ്ലെറ്റ് കയ്യിൽ നിന്ന് വിട്ടു പോവാത്തതുപോലെ ശ്രീകൃഷ്ണൻ രാധാറാണിയുടെ പാദങ്ങൾ എപ്പോഴും ഇങ്ങനെ കൈക്കുള്ളിലാക്കി ഭദ്രതയോടുകൂടി കൊണ്ട് നടക്കുന്നു. അപ്പോൾ അതാണ് ആ വളയം പറയുന്നത്. രാധാഭക്തർക്ക് ഏറ്റവും പ്രിയമുള്ള, ഒരുപാട് രാധാഭക്തരെയും സന്തോഷിപ്പിക്കുന്ന ഒരു അടയാളത്തിൻ്റെ കാര്യമാണ്, ഒരു അപൂർവമായ മനോഹരമായ ഒരു ചിഹ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ, രാധാറാണിയുടെ പാദത്തിൻ്റെ നടുക്ക് നിന്ന് തുടങ്ങി മുകളിലേക്ക് നമ്മുടെ തള്ളവിരലും അതുപോലെ രണ്ടാമത്തെ ചൂണ്ടുവിരലും കൂടെ ചേരുന്ന ആ സന്ധിയിൽ വന്ന് അവസാനിക്കുകയാണ് ഈ രേഖ. അതായത് പാദത്തിൻ്റെ നടുക്കുന്ന് തുടങ്ങി ആ ചൂണ്ടുവിരലും അതുപോലെ തള്ളവിരലും കൂടെ ചേരുന്ന ആ സന്ധി, ആ വരയുടെ അവിടെ വന്ന് അവസാനിക്കുകയാണ് ഈ രേഖ. അപ്പോൾ ഈ രേഖയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ രേഖ ഇങ്ങനെ മനസ്സിൽ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കുവാണെങ്കിൽ ഉറപ്പായി നമ്മൾ ഗോലോകം പ്രാപിക്കും. അവനിനി എത്ര കൊടും പാപി ആയിക്കോട്ടെ, ഞാൻ ഇത്ര കൊടും പാപങ്ങൾ ചെയ്ത് എനിക്കിനി കോടിക്കോടി ജന്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എൻ്റെ പാപങ്ങളും കർമ്മഫലങ്ങളും തീരാൻ എന്നുണ്ടെങ്കിൽ പോലും ഞാൻ രാധാറാണിയുടെ പാദങ്ങൾ സ്മരിച്ചിട്ട്, ഈ രേഖയുടെ പേര് ഊർദ്ധരേഖ എന്നാണ്, ഈ ഊർദ്ധരേഖ ഞാൻ സ്മരിക്കുവാണെങ്കിൽ ഉറപ്പായും അമ്മ എന്നെ ഗോലോകത്തേക്ക് കൊണ്ടുപോകും. എന്ന് മാത്രമല്ല, എൻ്റെ മരണസമയത്ത് അഷ്ടസഖികൾ, അതായത് ലളിതസഖിയും വിശാഖസഖിയും കൂടെ വന്ന് അഷ്ടസഖികളോടൊപ്പം ആയിരിക്കും എന്നെ ഗോലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരമ്മ എങ്ങനെയാണോ സ്വന്തം അമ്മയുടെ ചേലത്തുമ്പിൽ ഒരു കുട്ടി ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അമ്മ എത്ര സുരക്ഷിതത്തോടാണോ ആ കുട്ടിയെ കൊണ്ടുപോകുന്നത്, അതേ സുരക്ഷിതത്വത്തോടു കൂടി, അതേ സ്നേഹത്തോടു കൂടി അമ്മയുടെ ഈ ഊർദ്ധരേഖ, പാദത്തിലുള്ള ഈ ഊർദ്ധരേഖ സ്മരിക്കുന്ന ഓരോരുത്തരെയും അമ്മ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പോലെ നമ്മളെ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മളെ നേരെ ഗോലോകത്തേക്ക് കൊണ്ടുപോകും. അഷ്ടസഖികൾ എല്ലാവരും, ലളിതസഖിയും വിശാഖസഖിയും കൂടെ വന്നിട്ട് നമ്മളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഈ ഊർദ്ധരേഖയുടെ പ്രത്യേകത. അപ്പം മനസ്സിൽ ഗോലോകത്തിൽ പോകാൻ ആഗ്രഹമുള്ള എല്ലാ രാധാഭക്തരും ഈ ഊർദ്ധരേഖ മനസ്സിലിങ്ങനെ സ്മരിച്ചാൽ മതി. ഉറപ്പായും ഒരു കയറിൽ പിടിച്ചിരിക്കുന്ന പോലെ, ഒരു നൂലിൽ പിടിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അമ്മയുടെ ചേലത്തുമ്പിൽ പിടിച്ചിരിക്കുന്ന പോലെ അമ്മ ഇങ്ങനെ നമ്മളെ ആ ചേലത്തുമ്പ് കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ അമ്മ നേരെ നമ്മളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകും.
ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള രണ്ടാമത്തെ ചൂണ്ടുവിരൽ, മധ്യവിരൽ, പിന്നുള്ള നാലാമത്തെ വിരൽ, ഈ 3 വിരലിൻ്റെ തൊട്ട് താഴെ ഒരു താമരപ്പൂവിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ താമരപ്പൂ എന്ന് വെച്ചാൽ എന്താ, ഏറ്റവും പവിത്രതയുള്ളൊരു പൂവാണ്. വളരെ നല്ല സുഗന്ധമുള്ള, എന്നാൽ മൃദുലമായ കോമളമായ താമരപ്പൂ. അപ്പോൾ അതുപോലെ രാധാറാണിയുടെ പാദങ്ങൾ എന്ന് വെച്ചാൽ പത്മപാദങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് താമരപ്പൂ പോലെ മൃദുലമായ പാദങ്ങളാണ്. താമരപ്പൂവിനേക്കാൾ മൃദുലത അല്ലെങ്കിൽ കോമളത എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് രാധാദേവിയുടെ പാദങ്ങൾ. അത്ര ചുവന്ന് തുടുത്ത് അത്രയും മൃദുലമായ, അത്രയും സോഫ്റ്റായ പാദങ്ങളാണ് രാധാദേവിയുടെ പാദങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ രാധാറാണിയുടെ ശരീരത്തിന് നമ്മുടെ പത്മത്തിന്റെ സുഗന്ധമാണെന്നാണ് പറയുന്നത്. അതായത് താമരപ്പൂവിന്റെ ഗന്ധമാണ് രാധാദേവിയുടെ ശരീരത്തിന്. അതുപോലെ രാധാദേവിയുടെ പാദങ്ങൾ താമരപ്പൂവിനേക്കാൾ മൃദുലതയുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ താമരപ്പൂവിന്റെ ചിഹ്നം ഉള്ളത്. അപ്പോൾ ആ താമരപ്പൂ എപ്പോഴും നമ്മൾ മനസ്സിൽ സ്മരിക്കുക. രാധാദേവിയുടെ പാദങ്ങൾ അത്രയും മൃദുലതയുള്ളതാണ്. ഇനി ഈ താമരപ്പൂവിന്റെ തൊട്ട് താഴെ ഒരു കൊടിയടയാളമുണ്ട്, ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ ധ്വജം എന്ന് പറയും. അപ്പോൾ ആ കൊടിയടയാളം, കൊടി എപ്പോഴും കാണിക്കുന്നത് എന്താ, വിജയം. എപ്പോഴും വിജയസ്തംഭമൊക്കെ നാട്ടാൻ വേണ്ടിയിട്ടല്ലേ ആൾക്കാർ ഫ്ലാഗ് വെക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ശത്രുരാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞിട്ട് നമ്മളവിടെ ഫ്ലാഗ് വെക്കും, ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പേടിയൊക്കെ മാറ്റിയിട്ട് എപ്പോഴും പരാജയമില്ലാതെ എപ്പോഴും വിജയം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഗ് അല്ലെങ്കിൽ ധ്വജത്തിൻ്റെ അടയാളം കാണിക്കുന്നത്. എപ്പോഴും ഉള്ളിലുള്ള പേടി മാറ്റിയിട്ട് വിജയം പകരുന്നതാണ് ഈ ധ്വജം അല്ലെങ്കിൽ കൊടിയടയാളം. ഇനി ഈ ധ്വജത്തിൻ്റെ തൊട്ട് താഴെ ഒരു പൂവുണ്ട്, വളരെ ഭംഗിയുള്ളൊരു പൂവ്. അപ്പോൾ ഈ പൂവ് കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ രാധാദേവി പൂവ് പോലെ അതിമനോഹരിയാണ്, അതിമൃദുലതയുള്ള ആളാണ് രാധാദേവി. അത്രയും പ്രണയ ദേവതയല്ലേ. അപ്പം അതിമൃദുലതയും അതിമനോഹാരിതയുമുള്ള രാധാദേവിയുടെ ആ സുഗന്ധം ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ആ പൂവ് നമ്മളെ കാണിക്കുന്നത്. ഇനി ഈ പൂവിൻ്റെ താഴെയായിട്ട് ഒരു വള്ളിപ്പടർപ്പുണ്ട്. അപ്പോൾ ഈ വള്ളിപ്പടർപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാധാറാണി ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ വൃന്ദാവനത്തിൽ മുഴുവൻ ഇങ്ങനെ ഒരു വള്ളിപ്പടർപ്പ് പോലെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഒരർത്ഥം. അത് കൂടാതെ വേറൊരർത്ഥം എന്താന്ന് വെച്ചാൽ വള്ളിപ്പടർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല. ഒരാഗ്രഹം തീരുമ്പോൾ അടുത്ത ആഗ്രഹം, അങ്ങനെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ നിറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഒരിക്കലും നമ്മുടെ ജന്മം അവസാനിക്കത്തില്ല. അടുത്ത ജന്മം അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളാകുന്ന വള്ളിപ്പടർപ്പിനെ രാധാദേവി ഇല്ലാതാക്കുന്നു. അപ്പോൾ ആഗ്രഹങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ശരണാഗതി അമ്മയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി നമുക്ക് ഗോലോകം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും 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 ജന്മം എടുക്കുന്നത് മാറിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ കട്ട് ഷോട്ട് ചെയ്ത് തരും അമ്മ. അപ്പോൾ ആഗ്രഹങ്ങളാകുന്ന വള്ളിപ്പടർപ്പുകളെ അമ്മ ഇല്ലാതാക്കി തരുന്നു. അതുപോലെ അമ്മ വള്ളിപ്പടർപ്പ് പോലെ വൃന്ദാവനം മുഴുവൻ, പ്രപഞ്ച ദേവതയല്ലേ, പ്രകൃതി മാതാവല്ലേ, അമ്മ പ്രപഞ്ച ദേവതയായി വൃന്ദാവനം മുഴുവൻ വള്ളിപ്പടർപ്പുകൾ പോലെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നു. അതാണ് പറയുന്നത്. ഇനി ഈ വള്ളിപ്പടർപ്പിന്റെ തൊട്ട് താഴെ ചന്ദ്രന്റെ അടയാളമുണ്ട്. അപ്പൊ ചന്ദ്രൻ എന്താ, അമൃതവർഷം പൊഴിക്കുന്ന ആളാണ് ചന്ദ്രൻ. രാത്രി അതിമനോഹരമായ അമൃതവർഷം, ചന്ദ്രനെ കാണുമ്പോൾ തന്നെ ഉള്ളിൽ പ്രണയം തോന്നും. അതാണ് ചന്ദ്രന്റെ പ്രത്യേകത. അപ്പോൾ ഈ ചന്ദ്രന്റെ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും രാധാറാണിയമ്മ നിറവേറ്റി തരുന്നു. നമ്മുടെ മനസ്സിൽ എന്താഗ്രഹം മുളപൊട്ടിയാലും അമ്മ അത്, ഏത് രാധാഭക്തനാണോ അമ്മയുടെ പാദങ്ങൾ സ്മരിക്കുന്നത്, അമ്മയുടെ കൃപാകടാക്ഷം കൊണ്ട് ആ ആള് മനസ്സിൽ ചിന്തിക്കൊന്നും മുള പൊട്ടത്തേ ഉള്ളൂ, അപ്പൊ തന്നെ അമ്മ ആഗ്രഹം നിറവേറ്റി തരുന്നു. അത്ര ഭക്തവത്സലയും കൃപാകടാക്ഷം ചൊരിയുന്ന ആളുമാണ് രാധാമ്മ. ഇനി ഏറ്റവും അവസാനമുള്ള ആ കുഞ്ഞു വിരലുണ്ടല്ലോ, ആ കുഞ്ഞു വിരലിന്റെ താഴെ ഒരു ചിഹ്നമുണ്ട്. അതിന്റെ പേരാണ് അങ്കുശം. ഈ അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി എന്ന് പറയും. നമ്മൾ ഈ ആനയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കത്തില്ലേ തോട്ടി, അതിനാണ് ഈ അങ്കുശം എന്ന് പറയുന്നത്. അപ്പൊ ഈ അങ്കുശത്തിന്റെ പ്രത്യേകത, ഈ അങ്കുശം എന്തിനാ ഉപയോഗിക്കുന്നത്, ആനയെ നിയന്ത്രിക്കാൻ. അപ്പൊ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ആന പോലെയാണ്. അതായത് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഇങ്ങനെ എപ്പോഴും ചിന്തകളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഒരിക്കലും നമുക്ക് പോലും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന വരുതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ രാധാദേവിയുടെ പാദങ്ങൾ നമ്മൾ എപ്പോഴും സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാകുന്ന ആനയെ അമ്മ നിയന്ത്രിച്ച് വരുതിയിൽ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നിവർത്തി വരുത്താൻ പറ്റും. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളോ ഒരുപാട് ചിന്തകളോ ഒന്നുമില്ലാതെ മനസ്സിനെ അമ്മ അടക്കി നിർത്തും. അത് മാത്രമല്ല വേറൊരു അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ആനപ്പുറത്തിരുന്ന് പോകുന്ന ആൾക്കൊരു പ്രത്യേക ഒരു റോയൽ
ലുക്കായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ പോകുന്നതിനേക്കാളും ആനപ്പുറത്തിരിക്കുന്ന പോകുന്ന ആൾക്കാരെ എല്ലാവരും ശ്രദ്ധിക്കും. അവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അതുപോലെ അമ്മയുടെ പാദങ്ങൾ ആരാണോ സ്മരിക്കുന്നത് അവരെ അമ്മ അത്രയും റോയൽ ലെവലിൽ കൊണ്ട് നടക്കുമെന്നാണ് പറയുന്നത്. ഒരു ആനപ്പുറത്ത് എങ്ങനെയാണോ ഒരാൾ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ അത്രയും അയാൾക്ക് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അത്രയും അയാൾക്ക് ആൾക്കാർ റെസ്പെക്റ്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കുന്ന രീതിയിൽ നമ്മളെ അമ്മ കൊണ്ട് നടക്കും. അതാണ് വേറൊരർത്ഥം. ഒരർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സാകുന്ന ആനയെ അമ്മ നിയന്ത്രിച്ച് വരുതിയിൽ കൊണ്ടുവരും. ഉള്ളിലുള്ള ചീത്ത വികാരങ്ങളെല്ലാം മാറ്റും, മനസ്സിനെ കൺട്രോൾ ചെയ്യും. അതാണ് ഈ അങ്കുശം അല്ലെങ്കിൽ ആനയെ നിയന്ത്രിക്കുന്ന ഈ തോട്ടി കൊണ്ടുള്ള ഒരർത്ഥം. വേറൊരർത്ഥം എന്ന് പറഞ്ഞാൽ ആനപ്പുറത്ത് നമ്മൾ പോകുമ്പോൾ എന്തുമാത്രം പ്രത്യേകതയും നമുക്ക് എന്തുമാത്രം ബഹുമാനവും കിട്ടും, ആ രീതിയിൽ അമ്മ നമ്മളെ ആക്കി മാറ്റും. അത്രയും അമ്മ കൃപാകടാക്ഷം ചൊരിഞ്ഞ് അത്രയും സ്നേഹം നമുക്ക് തരും, അത്രയും നന്മ നമുക്ക് തരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് രാധാദേവിയുടെ ഇടത് കാൽപാദത്തിലുള്ള 11 അടയാളങ്ങൾ. ഇനി നമുക്ക് അമ്മയുടെ വലത് കാൽപാദത്തിലുള്ള ബാക്കി 8 അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമ്മയുടെ വലത് കാൽപാദത്തിലുള്ള ഓരോ ദിവ്യ ചിഹ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ വലത് കാൽപാദത്തിൽ തള്ളവിരലിന്റെ തൊട്ട് താഴെ ശംഖിന്റെ അടയാളമുണ്ട്. അപ്പൊ ഈ ശംഖിന്റെ അടയാളം പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ രാധാഭക്തരെയും അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താന്ന് വെച്ചാൽ ശംഖിൽ നമ്മൾ വെള്ളം നിറച്ചു വെക്കുന്നു. അതായത് അമ്പലങ്ങളിലൊക്കെ ആരതി സമയത്ത് ശംഖിൽ ജലം നിറച്ചു വെക്കും. അതുപോലെ എല്ലാ മനുഷ്യരുടെയും എല്ലാ രാധാഭക്തരുടെയും അഗ്നിയാകുന്ന ദുഃഖങ്ങളാകുന്ന അഗ്നിയിൽ നിന്ന് അവരെ അമ്മ ഈ ജലം നനച്ച് ആ ദുഃഖങ്ങളിൽ നിന്ന് അവരെ ഇല്ലാതാക്കുന്നു, ആ ദുഃഖങ്ങൾ എരിച്ചു കളയുന്നു. അതാണ് ഈ ശംഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല എല്ലാവർക്കും വിജയം സമ്മാനിക്കുന്നു, ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നു, എല്ലാവർക്കും വിജയം സമ്മാനിക്കുന്നു. ഇനി ഈ ശംഖിന്റെ തൊട്ട് താഴെ തന്നെ വേലിന്റെ ചിഹ്നമുണ്ട്. അപ്പൊ ഈ വേലെന്ന് പറഞ്ഞാൽ ഊർജ സ്രോതസ് അല്ലെങ്കിൽ ശക്തി സ്രോതസ്സാണ് ഈ വേല് കൊണ്ട് കാണിക്കുന്നത്. അതായത് ഈ വേല് നമ്മളുടെ ലൗകികമായ എല്ലാ ആസക്തികളിൽ നിന്നും രാധാഭക്തരെ മോചിപ്പിക്കുന്നു. അതായത് ലൗകിക സുഖങ്ങളോടുള്ള ആസക്തി, സുഖങ്ങൾ മാത്രമല്ല ബന്ധങ്ങളോടുള്ള ആസക്തി, അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള ആ ബന്ധങ്ങളോടുള്ള ആസക്തി അല്ലെങ്കിൽ ആ ഒട്ടൽ, പിന്നെ സുഖങ്ങളോടുള്ള ലൗകികമായുള്ള എല്ലാ സുഖങ്ങളോടുമുള്ള ഒട്ടൽ, അതൊക്കെ ഇല്ലാതാക്കി തീർക്കുന്നു ഈ വേലിന്റെ ചിഹ്നം. ചൂണ്ടുവിരലും അതുപോലെ നടുവിരലും മോതിരവിരലും അതിന്റെ തൊട്ട് താഴെയായിട്ട് മുകളില് ഒരു പർവ്വതത്തിന്റെ അടയാളമുണ്ട്. ഈ പർവ്വതം എന്ന് പറഞ്ഞാൽ ഗോവർദ്ധന പർവ്വതമാണ്. വൃന്ദാവനത്തിലെ ഗോവർദ്ധന പർവ്വതം തന്നെയാണ് അമ്മയുടെ കാൽപാദത്തിലുള്ള ഈ പർവ്വതം. അപ്പോൾ രാധാദേവി ഭൂമിയിലേക്ക് വരാൻ നേരത്ത് കൃഷ്ണൻ ഇതുപോലെ ദ്വാപരയുഗത്തിൽ അവതരിക്കാൻ പോകാൻ നേരത്ത് ആദ്യം രാധാദേവിയോട് പോകാൻ പറഞ്ഞു. രാധാദേവി ഒപ്പം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമൊന്നും രാധാറാണി സമ്മതിച്ചില്ല. ഒടുക്കം സമ്മതിക്കുമ്പോൾ രാധാറാണി പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ഈ ഗോലോകത്തുള്ള വൃന്ദാവനം അതുപോലെ തന്നെ ഭൂമിയിൽ എനിക്ക് വേണം, ഗോവർദ്ധനം അതുപോലെ തന്നെ എനിക്ക് വേണം, യമുനാ നദി വേണം. അങ്ങനെ പറഞ്ഞതുപോലെ ആ ഗോവർദ്ധന പർവ്വതം രാധാറാണിയെ അത്രമേൽ സംരക്ഷിക്കുന്നു. അപ്പൊ രാധാറാണിയെ ആ ഗോവർദ്ധന പർവ്വതം എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെ രാധാറാണിയുടെ പാദങ്ങൾ സ്മരിക്കുന്ന ഓരോ രാധാഭക്തനെയും ആ ഗോവർദ്ധന പർവ്വതം സംരക്ഷിക്കുന്നു. അവരെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ ഗോവർദ്ധന പർവ്വതം സംരക്ഷിക്കുന്നു. അതാണ് ഈ പർവ്വതത്തിന്റെ അടയാളം. ഇനി ഏറ്റവും അറ്റത്തുള്ള ആ കുഞ്ഞു വിരലുണ്ടല്ലോ, ആ കുഞ്ഞു വിരലിന്റെ അവിടെ ഒരു യജ്ഞകുണ്ടം അല്ലെങ്കിൽ ഒരു ഹോമകുണ്ടമുണ്ട്. ആ ഹോമകുണ്ടം കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ സകലമാന പാപങ്ങളിൽ നിന്ന് ജന്മജന്മാന്തര പാപങ്ങൾ രാധാറാണിയുടെ പാദങ്ങൾ സ്മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നു. അത്രയും കൊടും പാപങ്ങൾ പോലും അമ്മ എരിച്ചു കളയുന്നു എന്നാണ് ആ ഹോമകുണ്ടം കൊണ്ട് പറയുന്നത്. ഇനി ഈ നടുക്ക് നിൽക്കുന്ന ഈ ഗോവർദ്ധന പർവ്വതം ഉണ്ടല്ലോ, ആ ചൂണ്ടുവിരലിന്റെയും നടുവിരലിന്റെയും അതുപോലെ മോതിരവിരലിന്റെയും താഴെയുള്ള ആ ഗോവർദ്ധന പർവ്വതം, അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു രഥത്തിന്റെ അടയാളമുണ്ട്. അപ്പൊ ഈ രഥം കാണിക്കുന്നത് എന്താ? നമ്മുടെ മനസ്സാകുന്ന രഥം. നേരത്തെ തോട്ടിയുടെ കാര്യം പറഞ്ഞില്ല, അതുപോലെ തന്നെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ രഥം പോലെ ചിന്തകൾ പോലെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക. അതായത് നമ്മുടെ മനസ്സാകുന്ന രഥത്തെ നിയന്ത്രിച്ച് ആ രഥത്തിൽ കയറ്റി അമ്മ നമ്മളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകും എന്നാ പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള അഴുക്ക് മുഴുവൻ ഇല്ലാതാക്കി മനസ്സിനെ നിയന്ത്രിച്ചിട്ട് നമ്മളെ നേരെ ഗോലോകത്തേക്ക് ആ രഥത്തിൽ കയറ്റി കൊണ്ടുപോകും. അതാണ് ഈ രഥത്തിന്റെ അടയാളം. ഇനി അതുപോലെ അങ്ങ് അറ്റത്ത് വരുമ്പോൾ ആ കുഞ്ഞുവിരലിന്റെ താഴെ നമ്മൾ ഹോമകുണ്ടം പറഞ്ഞില്ലേ, ഹോമകുണ്ടത്തിന്റെ തൊട്ട് താഴെയായിട്ട് കമ്മലിന്റെ അടയാളമുണ്ട്. അതായത് കുണ്ടലത്തിന്റെ അടയാളം, രാധാറാണിയുടെ കുണ്ടൽ അല്ലെങ്കിൽ കമ്മലിന്റെ അടയാളം. അപ്പൊ ആ കമ്മല് കാണിക്കുന്നത് എന്താ? രാധാറാണിയുടെ പാദപതനം അല്ലെങ്കിൽ ചിലങ്കയുടെ ശബ്ദത്തിന് വേണ്ടി കൃഷ്ണൻ കാതോർക്കും, കമ്മലിന്റെ കിലുക്കത്തിന് വേണ്ടി കാതോർക്കും. രാധാറാണി ഇങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കും. അതായത്
രാധാറാണി അത്രമേൽ പ്രണയ ലോലുപനായിട്ടാണ് കൃഷ്ണൻ കാത്തിരിക്കുന്നത്. അപ്പോൾ രാധാറാണിയുടെ പാദങ്ങൾ സ്മരിച്ചു കഴിഞ്ഞാൽ രാധാറാണിയോടൊപ്പം കൃഷ്ണനെ നമുക്ക് കിട്ടും. കൃഷ്ണൻ രാധാറാണിയുടെ അനുഗ്രഹം മാത്രമല്ല കിട്ടുന്നത്, കൃഷ്ണന്റെ അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ കൃഷ്ണനെ ആരാധിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ കൃഷ്ണനിലേക്ക് കൃഷ്ണൻ ആകർഷിക്കുന്നു. അതായത് ഗർഗമുനി കൃഷ്ണന് പേരിട്ട എന്താ, എന്തുകൊണ്ടാണ് ഇവനെ കൃഷ്ണന് പേരിടാമെന്ന് ഗർഗമുനി പറഞ്ഞത്? സകലതിനെയും തന്നിലേക്ക് ഇവൻ ആകർഷിക്കുന്നു, അതുകൊണ്ട് ഇവനെ നമുക്ക് കൃഷ്ണൻ എന്ന് പേരിടാം എന്ന് പറഞ്ഞിട്ടാണ് ഗർഗമുനി ആ നാമകരണം ചെയ്യുന്നത്. ആ കൃഷ്ണനെ പോലും തന്നിലേക്ക് ആകർഷിക്കുന്ന ആളാണ്, പ്രണയ ദേവതയാണ് രാധ. രാധാറാണിയുടെ ആ കമ്മലിന്റെ കിലുക്കം അല്ലെങ്കിൽ ചെലങ്കയുടെ ശബ്ദം, ആ പാദസരത്തിന്റെ കിലുക്കം, അതിനുവേണ്ടി കൃഷ്ണൻ കാതോർക്കും. അത് കേൾക്കുമ്പോൾ ഓടി വരും കൃഷ്ണൻ, എവിടെ എൻ്റെ രാധ, എവിടെ എൻ്റെ രാധ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ രാധാദേവിയുടെ പാദങ്ങൾ സ്മരിച്ചു കഴിഞ്ഞാൽ രാധാറാണിയോടൊപ്പം കൃഷ്ണനെ നമുക്ക് ഉറപ്പായും ആ അനുഗ്രഹം കിട്ടും. അതാ പറയുന്നത്. ഇനി ഈ പാദങ്ങളുടെ തൊട്ട് താഴെ ഗദയുടെ ചിഹ്നമുണ്ട്. അപ്പൊ ഈ ഗദ പറയുന്നത് എന്താന്ന് വെച്ചാൽ കാമത്തെ കാമത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ചീത്ത വികാരമാണ് ആ കാമം. ആ കാമമാകുന്ന വൃത്തികെട്ട വികാരത്തെ ഇല്ലാതാക്കുന്ന ആണ് രാധാറാണിയുടെ പാദങ്ങൾ. ആ രാധാറാണിയുടെ പാദങ്ങൾ സ്മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വിഷചിന്തയായ കാമം ഇല്ലാതാവുന്നു. ഇനി ഏറ്റവും താഴെ ഉപ്പൂറ്റിയുടെ അവിടെ ഒരു അടയാളമുണ്ട്. ആ ഉപ്പൂറ്റിയുടെ അവിടെയുള്ള അടയാളമാണ് മീൻ. മീനിന്റെ ചിഹ്നമാണ്, മീൻ എന്നുള്ള ഒരു ദിവ്യ ചിഹ്നമാണ് ഉപ്പൂറ്റിയുടെ അവിടെ ഉള്ളത്. അപ്പൊ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, മീനിന് ജീവിക്കാൻ എന്താ വേണ്ടത്? ജലം അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ മീൻ ജീവിക്കൂ. അതുപോലെ രാധാറാണി ഇല്ലെങ്കിൽ കൃഷ്ണൻ ഒരിക്കലും കഴിയാൻ പറ്റില്ല. രാധാറാണിയുടെ പ്രസൻസ് ഇല്ലാതെ കൃഷ്ണന് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തിരിച്ച് കൃഷ്ണനില്ലാതെ രാധാറാണിക്ക് ജീവിക്കാൻ പറ്റില്ല. പരസ്പരം അവർ അത്രയും ആകർഷിതരാണ്, അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് പിരിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് പറയുന്നത്, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രണയം നിറഞ്ഞു കവിഞ്ഞ ആ പ്രണയ ലോലുപത ഉണ്ടെങ്കിൽ മാത്രമേ രാധാറാണിയുടെ പാദങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. മനസ്സിൽ പ്രണയം നിറച്ചാൽ മാത്രമേ രാധാറാണിയുടെ പാദങ്ങൾ നമ്മുടെ മനസ്സിലല്ലേ ഹൃദയത്തിൽ വിളങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ഹൃദയത്തിൽ, ഇതൊന്നും ഇല്ലാതെ ശുഷ്കമായ ഹൃദയത്തിൽ ഇങ്ങനെ ഒരിക്കലും രാധാറാണിയുടെ പാദങ്ങൾ വിളങ്ങില്ല, നിറഞ്ഞു നിൽക്കില്ല. അപ്പോൾ മനസ്സിൽ എപ്പോഴും പ്രണയം നിറച്ചു വെച്ചിട്ട് വേണം രാധാറാണിയുടെ പാദങ്ങൾ സ്മരിക്കാൻ. എങ്ങനെയാണോ നമ്മുടെ മീൻ ജലത്തിൽ വസിക്കുന്നത്, അതുപോലെ പ്രണയമാകുന്ന ജലത്തിൽ മാത്രമേ രാധാറാണിയുടെ പാദങ്ങൾ നിലനിൽക്കൂ. നമ്മുടെ ഹൃദയത്തിൽ രാധാറാണിയുടെ പാദങ്ങൾ സ്മരിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ രാധാറാണി വരികയുള്ളൂ. അപ്പൊ ഇതാണ് രാധാറാണിയുടെ വലത് പാദങ്ങളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇടത് പാദം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, 11 അടയാളങ്ങൾ. വലത് പാദം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, 8 പാദങ്ങൾ. കൃഷ്ണേന ആരാധ്യത ഇതി രാധ. കൃഷ്ണലാൽ ആരാധിക്കപ്പെടുന്ന ആരാണോ അതാണ് രാധ എന്നാണ് രാധാദേവിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ കൃഷ്ണനെ ആരാധിക്കുമ്പോൾ കൃഷ്ണൻ ആരെ ആരാധിക്കുന്നത്? രാധാദേവിയെ. ആദി പരാശക്തിയായ രാധാദേവിയുടെ പാദങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ, മനസ്സിൽ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ നാളായി വിചാരിക്കുന്നതാണ്. എന്നെങ്കിലും എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ രാധാദേവിയോട് ഞാൻ കോടി നന്ദി പറയുന്നു. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും രാധാമ്മയുടെ പാദങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിറച്ചു വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഗോലോകപ്രാപ്തി ഉണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാധേ രാധേ.